അല്ല കാഴ്ച. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബച്ചിക്കലാണ് കേട്ടോ. ചിക്കൻ, ഫിഷ്, ബീഫ്, മട്ടൻ എന്നിവ കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊന്നല്ല ഞങ്ങൾ കഴിക്കാൻ വന്നത് നല്ല അടിപൊളി നമ്പർ 1 ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി വരുമ്പോഴത്തേക്കും അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഏകദേശം തീർത്തേക്ക്. ബിരിയാണിക്ക് മുമ്പ് ഒരു ചായ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചായ പറഞ്ഞു കേട്ടോ. എന്തായാലും കിടിലൻ ചായ മക്കളെ, നല്ല അടിപൊളി സമാവർ വന്ന് മക്കളെ, നല്ല അടിപൊളി ഇടിവെട്ടി ബിരിയാണി, നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കല്യാണപ്പാറിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഒരു ലെവലാണ് കേട്ടോ ബിരിയാണി. ബച്ചിക്കെന്ന് ബിരിയാണി കഴിച്ച ആൾക്കാരുണ്ടല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അന്നേരമാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. മീനുണ്ട്, മയിലുണ്ട്, ആടുണ്ട്, അതിൽ കാണില്ലേ. അയവാ, നല്ല അടിപൊളി ആടാണ് കേട്ടോ. ഉപ്പും മുളകോ ഒരു മയിലും ഒരു കോഴി എടുത്തോ. എടുക്കടാ എന്ത് കൊച്ച കൈയോട്ടെ. അയ്യോ, ബിരിയാണി എന്നിട്ട് തിന്നെങ്കിൽ ഒരു സുഖമല്ല. ബച്ചിക്ക ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ കല്യാണപ്പാടി നമുക്ക് കഴിക്കുന്ന മാതിരിയുള്ള ഒരു ബിരിയാണി. ബച്ചിക്കയുടെ ബിരിയാണിയെ പറ്റി നമ്മൾ കൂടുതൽ പറയണമെന്നില്ല, ഫേമസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ പറയുക. ഫോളോ ചെയ്യാത്തുള്ളൂ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക.